നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വയനാട് പുൽപ്പള്ളിയിലെ സ്ഫോടക വസ്തു കേസിൽ പോലീസിന് വൻ വീഴ്ച. നിരപരാധിയായ തങ്കച്ചൻ ജയിലിൽ കിടന്നത് 17 ദിവസം. യഥാർത്ഥ പ്രതിയെ കിട്ടിയതോടെ തങ്കച്ചനെ വിട്ടയച്ചു. കുടുക്കിയതെന്ന് തങ്കച്ചൻ. DCC പ്രസിഡന്റിനടക്കം പങ്കെന്നും ആരോപണം. തൃശൂർ പീച്ചി കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ കേസ് ഒതുക്കാൻ പോലീസ് പണവും വാങ്ങിയെന്ന് പരാതിക്കാരൻ. 2012 നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി മുൻ SFI നേതാവ് ജയകൃഷ്ണൻ ഹൈക്കോടതിയിലേക്ക്. VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കുലംകുത്തിയാണ് സതീശനെന്നും മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും പരിഹാസം. അധികാരം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണെന്ന് വെള്ളാപ്പള്ളി അമൃത ന്യൂസിന്റെ വാക്ക് മറുവാക്കിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ച നടത്തിയേക്കും. കൂടിക്കാഴ്ച നിലവിലെ സാഹചര്യത്തിന് അയവ് വന്നാൽ മാത്രമെന്ന് ഇന്ത്യ. അടുത്ത മാസം ദക്ഷിണ കൊറിയയിൽ ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത. യുക്രൈനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ തകർത്ത് റഷ്യയുടെ ഡ്രോൺ ആക്രമണം. ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. റഷ്യ യുക്രൈന്റെ സർക്കാർ മന്ദിരങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇതാദ്യം. തിരിച്ചടിക്കാൻ യുക്രൈൻ. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തി ആഘോഷങ്ങളിൽ നാട്. സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള ഗുരുവിന്റെ ആഹ്വാനം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരു ശ്രീകൃഷ്ണ അവതാരമെന്ന് ഗവർണർ. ഗുരുവിനെ ചിലർ സ്ഥാപിത താൽപര്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. വിദ്വേഷ പ്രചരണത്തിനെതിരെയായിരുന്നു ഗുരുവിന്റെ പോരാട്ടമെന്ന് പ്രതിപക്ഷ നേതാവ്. വയനാട് പുൽപ്പള്ളിയിൽ കാർ പോർച്ചിൽ മദ്യവും സ്ഫോടക വസ്തുവായ 15ഓളം തോട്ടകളും കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ഗൃഹനാഥൻ നിരപരാധിയെന്ന് പോലീസ്. തങ്കച്ചനെ വെറുതെ വിട്ടു. തങ്കച്ചനെ കുടുക്കാൻ ശ്രമിച്ച സംഘത്തിലെ മരക്കടവ് പുത്തൻവീട് PS പ്രസാദിനെ പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പുൽപ്പള്ളി മരക്കടവ് സ്വദേശി തങ്കച്ചൻ എന്ന അഗസ്റ്റ്യൻ നിരപരാധിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 22-നാണ് അഗസ്റ്റ്യന്റെ വീട്ടിലെ കാർ ഷെഡിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് തങ്കച്ചനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഈ കേസിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ ഭിന്നതയും വ്യക്തിവിരോധവും മൂലം ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തങ്കച്ചനെ കേസിൽ കുടുക്കാൻ ശ്രമം നടന്നത്. പ്രതികൾ മദ്യവും സ്ഫോടക വസ്തുക്കളും നിർത്തിയിട്ട കാറിനടിയിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിൽ ഉൾപ്പെട്ട പുൽപ്പള്ളി സ്വദേശി പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾ കർണാടകയിൽ നിന്നും ഗൂഗിൾ പേ ഉപയോഗിച്ച് മദ്യം വാങ്ങിയ തെളിവും പോലീസിന് ലഭിച്ചു. മദ്യവും സ്ഫോടക വസ്തുക്കളും കാർ ഷെഡിൽ കൊണ്ടുവച്ച യഥാർത്ഥ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് തങ്കച്ചന്റെ കുടുംബവും ആവശ്യപ്പെട്ടു. പോലീസുകാർ കൃത്യമായി ഇടപെട്ടെങ്കിലും ഇങ്ങനെ നിരപരാധി ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇതാരാ ഇത് വിളിച്ചു പറഞ്ഞതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കള്ളക്കേസാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ ചേട്ടാ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പോലീസുകാർ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അന്ന് ചേട്ടാക്ക് ജാമ്യം കിട്ടിയാൽ. ഈ ലോകത്ത് ഒരു അമ്മയ്ക്കും ഒരു ഭാര്യയ്ക്കും ഒരു മക്കൾക്കും ഇതുപോലൊരു ഗതി വരുന്നത് ഞാൻ അന്ന് രാത്രിയിൽ അനുഭവിച്ച ഒരു വേദന ഈ ലോകത്ത് ഒരു ഭാര്യയ്ക്കും ഉണ്ടാകരുത്. തങ്കച്ചൻ നിരപരാധിയാണെന്ന കുടുംബത്തിന്റെ പരാതിയിൽ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും വിവരം നൽകിയവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതികളിലേക്ക് പോലീസ് എത്തിയത്. അമൃത ന്യൂസ്, വയനാട്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഇരയായിട്ടാണ് താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതെന്ന് ജയിൽ മോചിതനായ തങ്കച്ചൻ. DCC പ്രസിഡന്റ് ND അപ്പച്ചനും DCC ജനറൽ സെക്രട്ടറി PD സജിയും ചേർന്നാണ് തന്നെ കേസിൽപ്പെടുത്തിയത്. പാടിച്ചിറയിൽ നടന്ന വികസന സെമിനാറിൽ നേതൃത്വത്തെ ചോദ്യം ചെയ്തത് പകയ്ക്ക് കാരണമായി എന്നും KPCC നേതൃത്വത്തിന് പരാതി നൽകുമെന്നും തങ്കച്ചൻ പ്രതികരിച്ചു. കിട്ടിയത് ഇനി ഇര കൊളുത്തിയിട്ടവനും ചൂണ്ടൊക്കെ പിടിച്ചവനൊക്കെ ഒളിവിലാണ്. അവരെയും കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇതിന് തൃശൂർ കുന്നംകുളത്തെ പോലീസ് ഗുണ്ടായിസത്തിന് പിന്നാലെ തൃശൂർ പീച്ചിയിലും പോലീസിന്റെ മർദ്ദനം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മാനേജറെയും ജീവനക്കാരനെയും പോലീസ് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞ് നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടൽ ഉടമ KP ഔസേപ്പിന്റെ ഹോട്ടലിലെ മാനേജറെയും ജീവനക്കാരനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്.
കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് തൃശൂർ പീച്ചിയിൽ നിന്നും പോലീസിന്റെ കാടത്തം വീണ്ടും പുറത്തു വന്നത്. 2023 മെയ് 24-നാണ് സംഭവം നടന്നത്. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പിന്റെ ജീവനക്കാരനെയും ഹോട്ടൽ മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. ഹോട്ടൽ ഉടമ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്ന് ഹോട്ടൽ ഉടമയായ ഔസേപ്പ് പറഞ്ഞു. അന്നത്തെ പീച്ചി SI PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിലെത്തിച്ച് അപമാനിച്ചുവെന്നും പരാതിയുണ്ട്. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. വിവരാവകാശത്തിന് അപേക്ഷ കൊടുത്തു. അപ്പോൾ പീച്ചി പോലീസ് സ്റ്റേഷൻ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്ട് ചെയ്തു. സ്ത്രീ സുരക്ഷ പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്തു. രണ്ടാമത് ഞാൻ അപ്പീൽ ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൊടുത്തു. അത് മാവോവാദി ഭീഷണി നിൽക്കുന്ന സ്റ്റേഷനാണെന്ന് പറഞ്ഞു, അത് റിജക്ട് ചെയ്തു. അത് നീണ്ടൊരു പോരാട്ടമായിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് എനിക്ക് CCTV കിട്ടിയത്. ഈ CCTV ഈ മർദ്ദിക്കപ്പെട്ട 2 പേർക്കും ലോക്കപ്പിൽ അടയ്ക്കപ്പെട്ട എൻ്റെ മകനും പരാതിക്കാരനായ എനിക്കും അങ്ങനെ 4 പേർക്ക് പെൻഡ്രൈവിൽ CCTV പീച്ചി സ്റ്റേഷനിൽ നിന്ന് മറ്റേ വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് പ്രകാരം എനിക്ക് ലഭിച്ചു. മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി പോലീസ് കേസൊതുക്കി. 5 ലക്ഷം രൂപയാണ് പരാതിക്കാരനിൽ നിന്ന് വാങ്ങിയത്. പരാതിക്കാരൻ ദിനേശിന് പണം നൽകിയത് SI പറഞ്ഞിട്ടെന്ന് ഹോട്ടൽ ഉടമ ഔസേപ്പ് വ്യക്തമാക്കി. തന്റെ വീട്ടിലെ CCTVക്ക് താഴെ വെച്ചാണ് പണം കൈമാറിയതെന്നും ഔസേപ്പ് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന എൻ്റെ ഈ വീടിൻ്റെ മുൻവശത്ത് വെച്ചിട്ട് CCTVയുടെ മുൻവശത്ത് വെച്ചിട്ടാണ് പണം കൊടുക്കുന്നത്. 8 കെട്ടുകൾ 50,000-ൻ്റെ 8 കെട്ടുകൾ. അങ്ങനെ 4 ലക്ഷം പോരെയെന്ന് ഞാൻ ബാർഗെയിൻ ചെയ്തു. അപ്പം പറഞ്ഞു പറ്റില്ല, 5 ലക്ഷം കെട്ടണം, 3 ലക്ഷം പോലീസിന്, 2 ലക്ഷം എനിക്കിന്ന് വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ 1 ലക്ഷം കൂടി പ്ലാസ്റ്റിക് കൂടുതൽ ഇട്ട് കൊടുത്ത്. സമാനമായ പരാതികൾ തൃശ്ശൂരിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടെന്നും ഇവിടെ നിന്നെല്ലാം വിവരാവകാശ നിയമപ്രകാരം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത്തരത്തിൽ സംശയാസ്പദമായി മർദ്ദനങ്ങളെക്കുറിച്ച് അറിവുള്ള സ്റ്റേഷനുകളിൽ ഞങ്ങൾ വിവരാവകാശ നിയമമനുസരിച്ച് CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷകൾ കൊടുക്കുകയാണ്. ഈ പീച്ചി ഉൾപ്പെടെ മണ്ണുത്തി ഭയാനകമായ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. SI ആയിരുന്ന രതീഷിനെതിരെ നടപടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. പോലീസ് അതിക്രമത്തിനെതിരെ കോഴിക്കോടും പരാതി. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് മാമുക്കോയയ്ക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാമുക്കോയ പ്രതികരിച്ചു. 2023 കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിലെ ഭൂമി സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കാനെത്തിയ പോലീസ് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് മാമുക്കോയെ കസ്റ്റഡിയിലെടുക്കുന്നത്. 1 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം വിട്ടയച്ചിരുന്നു. ഇവിടെ വെച്ചാണ് മാമുക്കോയയ്ക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റത്. എന്നാൽ സംഭവം നടക്കുമ്പോൾ താൻ സ്ഥലത്തില്ലായിരുന്നുവെന്നാണ് മാമുക്കോയയുടെ വാദം. സമൻസ് പോലും ഇല്ലാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയതെന്നും ഇത് ചോദ്യം ചെയ്തതോടെ പൊതുമധ്യത്തിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നും മാമുക്കോയ പറയുന്നു. അവിടെ കുറ്റിക്കാട്ടിലൊരു വിഷയവുമായി ക്യാമ്പസിൽ വന്നപ്പോൾ ആ പ്രദേശത്തല്ല ഞാൻ അന്നേരം 100 മീറ്റർ അപ്പുറത്താണ് ഉള്ളത്. ആ സമയത്താണ് പോലീസിനെ അന്വേഷിച്ച് അവിടെ വരികയും അവിടെ വന്നിട്ട് എൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വരണമെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞു. ആ സമൻസോ കാര്യം എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടോ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാറുണ്ട്. അപ്പോൾ എന്താ പോലീസിനോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു, പോലീസിനാണോ പഠിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നെ ക്രൂരമായിട്ട് അവിടെ നിൽക്കാണ്ട് സുദർശനും ബെന്നിയും പിന്നെ അടിച്ചതും പിന്നെ പുറത്ത് ചവിട്ടി കാലിന് രാത്രി ഒന്ന് കുത്തി ഇവരൊക്കെ പിടിച്ചു ചെയ്തതാണ്. ഞങ്ങളെ നീ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് തലയ്ക്കും മുതുകിലും അടിച്ചതെന്നും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. അന്നത്തെ മെഡിക്കൽ കോളേജ് SP K സുദർശനും CI ബെന്നി ലാലുവും മർദ്ദിച്ചെന്നാണ് മാമുക്കോയുടെ പരാതി. മർദ്ദന ദൃശ്യങ്ങൾ 2 വർഷം മുൻപ് പുറത്തു വന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും സ്വീകരിച്ചില്ലെന്നും മാമുക്കോയ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വീണ്ടും ഒരു പരാതി കൂടി നൽകാനാണ് മാമുക്കോയുടെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. 2012 നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി മുൻ SFI നേതാവ്. SFI മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണനാണ് പോലീസ് ഭീകരത വിവരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ആലപ്പുഴ DYSPയും മുൻ കോന്നി CIയുമായ മധു ബാബുവിനെതിരെയാണ് ജയകൃഷ്ണന്റെ ആരോപണം.
2012 UDF സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങളുടെ പേരിലാണ് ജയകൃഷ്ണനെ കോന്നി പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തത്. അന്നത്തെ കോന്നി CIയുടെ നേതൃത്വത്തിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. ലാത്തിയടിയേറ്റ മുറിവുകളിൽ പെപ്പർ സ്പ്രേ അടിച്ചുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചുവെന്നും ജയകൃഷ്ണൻ പറയുന്നു. അന്നത്തെ കോന്നി CI ആയിരുന്ന MR മധുബാബു, ഇപ്പോഴത്തെ ആലപ്പുഴ DYSP, അദ്ദേഹമായിരുന്നു എന്നെ 3-ാം മുറയ്ക്ക് വിധേയമാക്കിയത്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിലാണ്. എന്നെ 2012 ഒക്ടോബർ മാസം 12-ാം തീയതി വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയും എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ മർദ്ദിക്കുകയും തുടർന്ന് എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കോന്നി പോലീസ് സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ കിടത്തി കാലിൻ്റെ വെള്ള അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ പെപ്പർ സ്പ്രേ ദേഹമാസകലിനും കണ്ണിലും പ്രയോഗിക്കുകയും അതുപോലെ തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയും അങ്ങനെ അതിബ്രൂട്ടലായിട്ടുള്ള ക്രൂരമായ മർദ്ദനത്തിന് 3-ാം മുറയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. മർദ്ദനശേഷം 6 മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയകൃഷ്ണൻ ചികിത്സയിൽ കഴിഞ്ഞു. മധുബാബുവിനെതിരെ പരാതി നൽകിയെങ്കിലും LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ. അമൃത ന്യൂസ്, പത്തനംതിട്ട. VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ചു വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയാണ് VD സതീശൻ. മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം സമുദായത്തെയല്ല താൻ വിമർശിക്കുന്നതെന്നും മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. അധികാരം കിട്ടാനായി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് PK കുഞ്ഞാലിക്കുട്ടിയെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. അമൃത TVയുടെ വാക്കു മറുവാക്കിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല വെള്ളാപ്പള്ളി നടേശൻ. പക്വതയും വിനയവുമാണ് പ്രധാനമായും ഒരു നേതാവിന് വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയായി VD സതീശൻ മാറിയെന്ന് വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അത് ഇപ്പോൾ ആരും ആണെന്ന് ഒരു തോന്നല്. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നശിപ്പിക്കാൻ ഒരു കുലംകുത്തിയായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എന്തു ചെയ്യും? ഇങ്ങനെ ആരും കൊണ്ടുണ്ടാ. മാത്രമല്ല ഇങ്ങനെ വേറൊരുണ്ട് തന്തയുടെ പ്രായമുള്ള ആളിനെ പോലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവ് നമ്മൾ ഒരുപാട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരനും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പെരുമാറുന്ന ആരങ്ങളുണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോൾ ഈ പെരുമാറ്റം കാണിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ദൈവപുത്രനായിട്ട് ആളുകൾ കണക്കാക്കുന്നതാണ്. അതേസമയം വർഗീയത വിളമ്പാനാണ് താൻ വാതുറക്കുന്നത് എന്ന ആക്ഷേപത്തിനും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയാണ്. മുസ്ലിം സമുദായത്തോടല്ല മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പ്. സമുദായത്തെ അധിക്ഷേപിക്കുന്നതായി ട്വിസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഭരണം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഒരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുറേ കൂടെ മാന്യമായി പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് ഭരണം കിട്ടാൻ വേണ്ടിയിട്ടൊരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണ്. അതിന് കരുവായി എന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറയാനുള്ളത് എവിടെയും പറയുമെന്നും തന്റെ വായടക്കാമെന്ന് ആരും കരുതേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ ആർക്കുവേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിന്റെ വെല്ലുവിളി നേരത്തെ സ്വീകരിച്ചതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും VD സതീശൻ ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുത്തത്. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി UDFനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്നുള്ള ഒരു സമീപനമുണ്ട്. അടുത്ത മാസം അവസാനം മലേഷ്യയിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന കാര്യം ട്രംപ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ആസിയാൻ സമ്മേളനങ്ങളിൽ പതിവായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഈ വർഷത്തെ ആസിയാൻ ഉച്ചകോടി ഇരു നേതാക്കൾക്കും ഇടയിലുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള ഒരു അവസരമായി മാറിയേക്കാം. നവംബറിൽ G20 ഉച്ചകോടിക്കായി ട്രംപ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളും തമ്മിൽ മറ്റൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയും ഇല്ലാതാകും. നയതന്ത്ര ചർച്ചകളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. ഒക്ടോബർ അവസാനം ദക്ഷിണ കൊറിയയിലാണ് കൂടിക്കാഴ്ച. വ്യാപാര സുരക്ഷാ ബന്ധങ്ങളിൽ നിർണായക ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. അതേസമയം വൈറ്റ് ഹൗസ് ഇതുവരെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിട്ടില്ല.
വ്യാപാര തർക്കം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായി ജിയോങ്ജു നഗരത്തിൽ വച്ചാണ് കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയും ദക്ഷിണ കൊറിയയിൽ വച്ച് നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിലിൽ ചൈനീസ് ഇറക്കുമതിക്ക് ട്രംപ് 145% തീരുവ ചുമത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ചൈനയും US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തി. എന്നാൽ ചൈനയ്ക്കെതിരെ അധിക തീരുവകൾ ഈടാക്കുന്നത് നവംബർ വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഉച്ചകോടി ഒരു പ്രധാന അവസരമായി മാറുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ മാസം ചൈന സന്ദർശിക്കാൻ ട്രംപിനെയും ഭാര്യയെയും ഷീ ജിൻപിങ് ഫോണിലൂടെ ക്ഷണിച്ചിരുന്നു. കൂടുതൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഒരു അവസരമായാണ് ഈ യാത്രയെ അമേരിക്ക കാണുന്നത്. ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിനെത്തുന്ന ട്രംപ് മടക്കയാത്രയ്ക്കിടെ ചൈനയിലെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാൽ ട്രംപ് ഷീ ചർച്ചകളെക്കുറിച്ച് വൈറ്റ് ഹൌസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ റഷ്യ ചൈന ബന്ധം ദൃഢമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഉക്രൈനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ തകർത്ത് റഷ്യയുടെ ഡ്രോൺ ആക്രമണം. കീവിലെ പെച്ചേഴ്സ്കി പ്രദേശത്തെ കെട്ടിടമാണ് റഷ്യ ആക്രമിച്ചത്. സർക്കാർ കെട്ടിടം ആക്രമിച്ചെന്ന് യുക്രൈൻ സൈനിക ഭരണ മേധാവി തിമർ തങ്കച്ചെങ്കോ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെടുത്തതായി കീവിന്റെ സൈനിക മേധാവി പറഞ്ഞു. ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ തലസ്ഥാന നഗരിയിൽ സർക്കാർ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളിൽ തീ പടർന്നതായും ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ 2 നിലകളിൽ തീപിടുത്തമുണ്ടായതായും സ്റ്റേറ്റ് എമർജൻസി ഉദ്യോഗസ്ഥർ അറിയിച്ചു. പടിഞ്ഞാറൻ ജില്ലയായ സിയാറ്റോഷിൻസ്കിയിലെ 9 നില കെട്ടിടത്തിന്റെ നിരവധി നിലകൾ ഭാഗികമായി നശിച്ചു. ഇതാദ്യമായിട്ടാണ് റഷ്യ യുക്രൈന്റെ ഭരണസിരാ കേന്ദ്രം ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നത്. സൗദിയിൽ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് 5,40,600 പേർ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ തവൽക്കന ആപ്പിൽ രജിസ്റ്റർ ചെയ്തതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം സൗദിയിൽ മരണപ്പെട്ടവരിൽ നിന്ന് നീക്കം ചെയ്ത അവയവങ്ങൾ രോഗികളിൽ മാറ്റിവെക്കുന്ന 393 ശസ്ത്രക്രിയകളാണ് നടത്തിയത്. 2023 അപേക്ഷിച്ച് കഴിഞ്ഞ കൊല്ലം ഇത്തരത്തിൽ ശസ്ത്രക്രിയകളുടെ എണ്ണം 12.3% വർദ്ധിച്ചു. ജീവിച്ചിരിക്കുന്നവർ ദാനം ചെയ്ത അവയവങ്ങൾ രോഗികളിൽ മാറ്റിവെക്കുന്ന 1706 ഓപ്പറേഷനുകളും കഴിഞ്ഞ വർഷം നടത്തി. 2023 അപേക്ഷിച്ച് 4.9% വർധനവാണ് ഉണ്ടായത്. കുവൈറ്റിൽ സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ പുതിയ മാധ്യമ നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് ഇൻഫർമേഷൻ മന്ത്രാലയം. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി പരസ്യം ചെയ്യുന്നതിന് സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസർമാർക്കും ഇൻഫർമേഷൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നിർബന്ധമാക്കും. പുതിയ മാധ്യമ നിയമത്തിന്റെ കരട് അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഉപഭോക്തൃ അവകാശങ്ങളെ ബാധിക്കാതെ എല്ലാവരെയും നിയമപരവും വാണിജ്യപരവുമായ വ്യവസ്ഥകൾക്ക് വിധേയരാക്കി മാറ്റരുതെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ലാപ്ടോപ്പുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിപ്പിച്ച് കാണിക്കുന്ന പവർ ഓൺ ടെസ്റ്റ് നിർബന്ധമാക്കി. 2014 മുതൽ പ്രാബല്യത്തിലുള്ള ഈ സുരക്ഷാ പരിശോധന US, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് കർശനമായി നടപ്പാക്കുന്നുണ്ട്. പ്രധാന സുരക്ഷാ പരിശോധന കവാടത്തിലും ബോർഡിംഗ് ഗേറ്റുകളിലുമായി 2 ഘട്ടങ്ങളിലാണ് ഈ പരിശോധന. ഉപകരണങ്ങൾക്കകത്ത് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അത്യാധുനിക സ്കാനറുകൾ ഉണ്ടായിട്ടും കുവൈറ്റ് ഇപ്പോഴും പരമ്പരാഗത സുരക്ഷാ പ്രോട്ടോകോളുകൾ തുടരുന്നത് സുരക്ഷാ ഭീഷണികൾ ലഘൂകരിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയാണെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഓണം ആഘോഷിച്ചു. തിരുവോണ ദിവസം രാജ്യത്ത് പൊതു അവധിയായതിനാൽ എല്ലാവരും ഒരുപോലെ സദ്യയുണ്ടാണ് ഓണം ആഘോഷിച്ചത്. സംഘടനകൾ വിവിധ പരിപാടികളും ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കൂടാതെ പല വ്യാപാര സ്ഥാപനങ്ങളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് സാധനങ്ങൾക്ക് വിലക്കിഴിവും ഉണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം പൂക്കളും ഓണസദ്യയ്ക്ക് വേണ്ട സാധനങ്ങളും വാങ്ങാൻ വന്നവരുടെ നല്ല തിരക്കനുഭവപ്പെട്ടു. പല വ്യാപാര സ്ഥാപനങ്ങളിലും പൂക്കള മത്സരങ്ങളും അതോടനുബന്ധിച്ച് ഓണപരിപാടികളും നടന്നു. ഇന്ത്യൻ സ്കൂൾ അവധി കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നാട്ടിൽ പോയിരുന്നവരെല്ലാം തിരിച്ചെത്തിയതിനാൽ കുവൈറ്റിലെ ഓണം ഒന്നുകൂടി ഉഷാറായി എന്ന് പറയാം. കുവൈറ്റിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ക്രൗൺ പ്ലാസയിലും ഓണം ആഘോഷിച്ചു.
ദേശം, ഭാഷ, വേഷം മറന്ന് മറ്റു രാജ്യക്കാരും ഓണാഘോഷത്തിൽ പങ്കുചേർന്നു. This festival was starting last year. I wish you all happy Onam and please enjoy your. Namaskaram, and we are at the Crown Plaza on the holiday in Al Thuraiya city. I want to wish all of you all a very, very happy Onam. I am of Crown Plaza and holiday in Al Thuraiya city. I'm Kareem. I'm the director of HR. I really enjoy this celebration. It's so special for me. Even this time I came ready with my outfit. വർഷങ്ങളായി ക്രൗൺ പ്ലാസ ഹോളിഡേ ഇൻ ഹോട്ടൽ ഭംഗിയായി 2013 മുതൽ മലയാളി കൂട്ടായ്മ ഓണാഘോഷം വളരെ ഭംഗിയായി നടത്താറുണ്ട്. ഈ വർഷവും അതിഗംഭീരമായി ഞങ്ങൾ ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും തുടർന്നും ഞങ്ങൾ ആഘോഷിക്കുന്നതാണ്. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. സൗദി അറേബ്യ അടക്കം ഏതാണ്ട് എല്ലാ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിലും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം. സൗദിയിലെ പള്ളികളിൽ രാത്രി ഗ്രഹണ നമസ്കാരം നിർവഹിക്കാൻ ഇസ്ലാമികാര്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ആലു ഷെയ്ഖ് നിർദ്ദേശിച്ചു. മക്കയിലെ വിശുദ്ധ ഹറമിലും രാജ്യത്തെ മറ്റു പള്ളികളിലും രാത്രി 9 മണിക്ക് ഗ്രഹണ നമസ്കാരം ആരംഭിച്ചു. സൗദിയിലും ചന്ദ്രഗ്രഹണം ദൃശ്യമായി. ലോകത്തെ ഏകദേശം 700 കോടി ജനങ്ങൾക്ക് ഒരേ സമയം ഗ്രഹണം കാണാൻ സാധിക്കും. OICC കൊല്ലം ജില്ലാ കമ്മിറ്റി റിയാദ് നടത്തിയ ഓണത്തേര് 2025 ശ്രദ്ധേയമായി. റിയാദ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട ഓണത്തേര് 2025 വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി ആരംഭിച്ച ഓണാഘോഷ പരിപാടിയിൽ റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കൊല്ലം ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ നസീർ ഹനീഫയുടെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര ഉദ്ഘാടനം നിർവഹിച്ചു. ബാലക്കുട്ടൻ ആമുഖം പറഞ്ഞു. കുഞ്ഞിക്കുമ്പള, ഷിഹാബ് കൊട്ടുകാട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിസാർ പള്ളിക്കശ്ശേരിൽ, ഷംനാദ് കരുനാഗപ്പള്ളി, അഖിനാസ് കരുനാഗപ്പള്ളി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടിയിൽ അൽത്താഫ് കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും ഓണത്തേര് 2025 വേണ്ടി പ്രത്യേകം ചിട്ടപ്പെടുത്തിയ സെമി ക്ലാസിക്കൽ ഡാൻസും തിരുവാതിരയും സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി. പലരും നമ്മുടെ സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പാഠങ്ങൾ പിന്തുടരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണ അവതാരം തന്നെയാണെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അവഗണനയെന്ന് സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാം ജയന്തി സമ്മേളന ഉദ്ഘാടനത്തിലായിരുന്നു പരാമർശം. ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവിടെ ഞാനുണ്ടാകുമെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവും അതുപോലെയാണ് ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മപാഠങ്ങൾ പിന്തുടരണം. വസുദൈവ കുടുംബകം ലളിത ഭാഷയിൽ പറയുകയാണ് ഗുരു എന്നും നമ്മുടെ സംസ്കാരം ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയുമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Like Narayan Guru come to this earth, that itself is an avatar of Bhagwan Sri Krishna, Bhagwan Vishnu. That guides us. It is not that we have to have amongst that Dashavatara. Every time this Bhagwan Sri Krishna has assured us, every time such occasion of confusion will be happening on the earth, I will be there. അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നതായി സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് MLA-മാർ ഇല്ലാത്ത സ്ഥിതിയാണെന്നും പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും കടുത്ത അവഗണനയാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സാമൂഹ്യ നീതി ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ആ സാമൂഹ്യ നീതി കുറെയെങ്കിലും ഇവിടെ സംലബ്ധമായത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് പ്രധാനമായി. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിൽ ഞാൻ അടുത്ത കാലത്ത് ചിന്തിച്ചപ്പോൾ ശ്രീനാരായണ സമൂഹം കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ
പുരോഗതിയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നില്ലേ എന്നുള്ള ചിന്താഗതി എന്നിൽ ശക്തമായിട്ടുണ്ട്. ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനൊട്ടാകെയും ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗുരുദർശനത്തെ വക്രീകരിക്കാനും സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരു പകർന്നു നൽകിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച ആദരവ്. മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം വിപുലമായാണ് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിക്കുന്നത്. 3 വർഷം കൂടി കഴിയുമ്പോൾ ഗുരുസമാധിയുടെ ശതാബ്ദിയാണ്. അർത്ഥപൂർണമായ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ പോരാടിയത് വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇന്നും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ജാതിയും മതവുമല്ല, മനുഷ്യനാണ് പ്രധാനം. ശ്രീനാരായണ ഗുരു ദർശനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ അനുവദിക്കാതെ പൊതുപ്രവർത്തനത്തിൽ താനും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി. ദക്ഷിണ കൊറിയയെ 1-4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യ ജയം ഉറപ്പിച്ചത്. ജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ യോഗ്യത ഉറപ്പിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.